അമേരിക്കയിലെ ഭവന വിപണിയിൽ വിദേശത്ത് നിന്നെത്തുന്ന കുടിയേറ്റക്കാർ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് വാടക വീടിന്റെ ആവശ്യകത വർദ്ധിക്കുന്നതിന് പിന്നിൽ കുടിയേറ്റക്കാരുടെ സ്വാധീനം വളരെ വലുതാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് രാജ്യത്ത് വാടക വീടുകൾ എടുക്കുന്നവരിൽ മൂന്നിൽ രണ്ടും വിദേശത്ത് നിന്ന് എത്തുന്നവരാണ്. കാലിഫോർണിയ, ന്യൂയോർക്ക് പോലുള്ള സ്ഥലങ്ങളിലാണ് വാടക വീടുകൾക്ക് ആവശ്യകത ഏറെയുള്ളത്. വിദ്യാർത്ഥികളും H-1B വിസയിൽ വരുന്നവരും കുടുംബസമേതം വരുന്നവരുമാണ് ആദ്യം വാടക വീടുകളെ ആശ്രയിക്കുന്നത്. ഇവർക്ക് ഉയർന്ന വാടക നൽകേണ്ടി വരുന്നുണ്ട്. ഒഴിവുള്ള വീടുകൾ കുറവായതിനാൽ വീട് കണ്ടെത്താൻ വെല്ലുവിളി നേരിടേണ്ടി വരും. വിദേശത്ത് നിന്ന് എത്തുന്നവരുടെ വർധനവ് കാരണം വാടക വീടുകളുടെ ലഭ്യത കുറയുകയും വലിയ നഗരങ്ങളിൽ ചെലവ് കൂടുകയും ചെയ്യുന്നുവെന്ന് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് ഉദ്യോഗസ്ഥർ പറയുന്നു. ടെക്, ഹെൽത്ത് കെയർ, ഫിനാൻസ് മേഖലകളിൽ ജോലി തേടി വരുന്ന പല ഇന്ത്യൻ കുടുംബങ്ങളും ആദ്യം താമസിക്കുന്നത് കാലിഫോർണിയ, ന്യൂയോർക്ക് പോലുള്ള നഗരങ്ങളിലാണ്. സിലിക്കൺ വാലിയും ന്യൂയോർക്ക് സിറ്റിയും പോലുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യൻ IT ജീവനക്കാർ ജോലി സ്ഥലങ്ങൾക്ക് സമീപം താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇവിടങ്ങളിലെ ഉയർന്ന വാടക കാരണം കുടിയേറ്റക്കാരുടെ സമ്പാദ്യം കുറയുമെന്നത് യാഥാർത്ഥ്യമാണ്. പുതിയതായി വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്നവർക്കും ഇത് വലിയ സാമ്പത്തിക ഭാരമാണ്. ട്യൂഷൻ ഫീസ്, വിസ സംബന്ധമായ പ്രശ്നങ്ങൾ, ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാക്കിയെടുക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയെല്ലാം മെച്ചപ്പെട്ട ഭവനം കണ്ടെത്താൻ തടസ്സമാകുന്നു. അതേസമയം അനധികൃത കുടിയേറ്റക്കാർ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റിന്റെ സഹായങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഭരണകൂടം ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത്തരം സഹായങ്ങൾ യോഗ്യതയില്ലാത്തവർക്ക് നൽകരുതെന്ന് അവർ വാദിക്കുന്നു. ഇതിന്റെ ഭാഗമായി യോഗ്യതയില്ലാത്തവർക്ക് ഫെഡറൽ ഹൗസിംഗ് അഡ്മിനിസ്ട്രേഷൻ ഇൻഷുറൻസ് ഉള്ള ഭവന വായ്പകൾ ലഭിക്കുന്നത് ഭരണകൂടം തടഞ്ഞു. ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റിന്റെ സഹായത്തോടെയുള്ള വീടുകളിൽ അനധികൃതമായി താമസിക്കുന്നവരെ കുറിച്ച് വിവരം നൽകാൻ ഒരു ഹോട്ട് ലൈനും ആരംഭിച്ചിട്ടുണ്ട്. മിക്ക ഇന്ത്യൻ കുടിയേറ്റക്കാരും നിയമപരമായാണ് വരുന്നത് എന്നതിനാൽ ഈ നടപടികൾ അവരെ നേരിട്ട് ബാധിക്കില്ല. ഇനി ഇന്ത്യക്കാർ കൂടുതലായി താമസിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചും അവിടുത്തെ വാടക നിരക്കിനെക്കുറിച്ചും നോക്കാം. സമീപകാല വർഷങ്ങളിൽ അമേരിക്കയിലെ ഇന്ത്യൻ ജനസംഖ്യ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. 4 ദശലക്ഷത്തിലധികം ഇന്ത്യൻ വംശജർ ഇപ്പോൾ അമേരിക്കയിലുണ്ട്. ഇവരിലേറെയും ടെക് ജോലികൾ, ആരോഗ്യ മേഖലയിലെ അവസരങ്ങൾ, ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ എന്നിവയുള്ള വലിയ നഗരങ്ങളിലാണ് താമസിക്കുന്നത്. 2019 ഒരു പഠനം അനുസരിച്ച് ന്യൂയോർക്ക്, ചിക്കാഗോ, സാൻ ഫ്രാൻസിസ്കോ, ബേ ഏരിയ, ഡാലസ് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ താമസിക്കുന്നത്. ന്യൂയോർക്ക് സിറ്റിയിൽ ഒരുമിച്ച് താമസിക്കുന്നവർക്ക് പ്രതിമാസം $1000 മുതൽ $1500 വരെ വാടക നൽകേണ്ടി വരുന്നു. സാധാരണ അപ്പാർട്ട്മെന്റുകൾക്ക് $2500 മുകളിലാണ് വാടക. അതിനാൽ പലരും ജാക്സൺ ഹൈറ്റ്സ് അല്ലെങ്കിൽ ന്യൂജേഴ്സിയിലെ എഡിസൺ പോലുള്ള സ്ഥലങ്ങളിൽ ഒന്നിലധികം ആളുകളുമായി വീട് പങ്കിടുന്നു. സാൻ ഫ്രാൻസിസ്കോയിലും സാൻ ജോസിലും ഇന്ത്യൻ IT ജീവനക്കാർക്ക് പ്രതിമാസം $950 മുതൽ $1700 വരെയാണ് ഒരുമിച്ച് താമസിക്കുന്നതിനുള്ള വാടക. ഒരു ബെഡ്റൂം അപ്പാർട്ട്മെന്റുകൾക്ക് $2400 മുകളിലാണ് വാടക. കുറഞ്ഞ വാടകയ്ക്കായി ഇന്ത്യക്കാരെ ടെക്സസ് പോലുള്ള തെക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കുന്നു. ഡാലസ് ഫോർട്ട് വർത്തിൽ പ്രതിമാസം $500 മുതൽ $900 വരെയാണ് ഒരുമിച്ച് താമസിക്കാനുള്ള വാടക. ഇതിന് പുറമെയാണ് വൈദ്യുതി ബില്ലുകൾ. ഹൂസ്റ്റണിൽ പ്രതിമാസം $1400 ആണ് ശരാശരി വാടക. ചിക്കാഗോയിലെ ഡെവോൺ അവന്യൂ പോലുള്ള സ്ഥലങ്ങളിൽ $700 മുതൽ $1100 വരെയാണ് വാടക.